സയൻസ് സ്റ്റേഷൻ SSLC എക്സാം 2021-ൽ ബയോളജിയിൽ നിന്ന് 100% ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നേരത്തെയുള്ള ക്ലാസ്സുകൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. Fourth chapter, Keeping Diseases Away. This chapter deals with some important diseases of human beings. The chapter explains the mode of this spread, the pathogens they cause, and the important control measures we need to be taken. It's better to avoid disease than treating them. ഈ ചാപ്റ്ററിൽ ഹ്യൂമൻ ബീയിങ്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറേ രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത്തരം രോഗങ്ങളുടെ രോഗകാരികൾ, രോഗപകർച്ചാരീതി, ഇവയെ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള മാർഗങ്ങൾ എല്ലാം ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമുക്കറിയാം, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ്. ഇനി നമുക്ക് സ്റ്റഡി നോട്ട്സ് നോക്കാം. ഫസ്റ്റ് ഡിസീസ്, ട്യൂബർക്കുലോസിസ്. Tuberculosis is a disease caused by a bacteria, Mycobacterium tuberculosis. It mainly affects the lungs, but kidneys, bones, joints, brain, etc. are also affected by this disease. അപ്പം TB അല്ലെങ്കിൽ ക്ഷയം, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിൻ്റെ രോഗകാരി. പ്രധാനമായും TB ബാധിക്കുന്നത് ലങ്സിനെയാണെങ്കിലും കിഡ്നി, ബോൺസ്, ജോയിൻറ്റ്സ്, ബ്രെയിൻസ് എന്നിവയെല്ലാം ഇത് ബാധിക്കാം. സിംറ്റംസ്: ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ഫറ്റീഗ്, പെർസിസ്റ്റൻറ്റ് കഫ്. ഇതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറയുന്നത് ശരീരഭാരം കുറയുക, ക്ഷീണം, നിർത്താതെയുള്ള ചുമ എന്നിവയാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ: വെൻ ദ പേഷ്യൻ്റ് സ്പീക്സ്, കഫ്സ് ഓർ സ്നീസ്, ദ പതോജൻ സ്പ്രെഡ്സ് ഇൻ ടു ദി എയർ ആൻഡ് ദെയർ ബൈ ടു അതേഴ്സ്. അതായത് ഇതെങ്ങനെയാണ് പകർച്ച ചെയ്യുന്നത്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതെന്ന് നമുക്ക് നോക്കാം. രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ പതോജൻസ് എയറിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുന്നു. ട്രീറ്റ്മെൻറ്റ്: ബൈ ആൻറ്റിബയോട്ടിക്സ്, BCG ഈസ് ദ വാക്സിൻ എഗനിസ്റ്റ് ദിസ് ഡിസീസ്. ഇതിൻ്റെ ചികിത്സാരീതിയോ ആൻറ്റിബയോട്ടിക്സുകൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ TBക്ക് എതിരായിട്ടുള്ള വാക്സിനും ഉണ്ട്. BCG വാക്സിൻ, ബാസിലെ കലാമിറ്റി ഗ്യൂറിൻ എന്ന് പറയുന്ന BCG വാക്സിനും TBക്ക് എതിരായിട്ടുള്ള വാക്സിനാണ്. നെക്സ്റ്റ്, എയ്ഡ്സ്. അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രം is a disease caused by a virus called the human immunodeficiency virus. This virus attacks lymphocyte, a type of white blood cells. The virus enters the lymphocytes and multiply there using the genetic materials mechanism of the host. This gradually destroys lymphocytes. Since lymphocytes are providing immunity to our body, the reduction of their number reduces the immunity of the body. In such a situations, various other pathogens enter in our body and cause diseases. This makes the condition of AIDS more fatal. AIDS, acute immunodeficiency syndromes, ഒരു വൈറൽ ഡിസീസാണ്. HIV അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് ആണ് ഇതിൻ്റെ രോഗകാരി. ഈ വൈറസ് ബ്ലഡിലെ വൈറ്റ് ബ്ലഡ് സെൽസിൽ കാണപ്പെടുന്ന ലിംഫോസൈറ്റുകളെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ലിംഫോസൈറ്റിനുള്ളിൽ കയറി അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽസ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുകയും, നമുക്കറിയാം ബോഡിയിൽ ഇമ്മ്യൂണിറ്റി അതായത് പ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഈ ലിംഫോസൈറ്റുകളെന്ന്. ഇങ്ങനെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നത് മൂലം ഏത് പതോജൻസും എളുപ്പത്തിൽ ശരീരത്തെ കീഴ്പ്പെടുത്തുകയും ഇങ്ങനെ എയ്ഡ്സ് കൂടുതൽ ഡേഞ്ചറായി മാറുകയും ചെയ്യും. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ: AIDS spreads through the following ways. Through sexual contact with HIV-infected person, from HIV-infected mother to fetus, by sharing needle and syringe contaminated with HIV components, through the reception of blood and organs contaminated with HIV. ഇനി എങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് പകരുന്നത്? HIV ബാധിതരുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ, HIV ബാധിതയായ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്, HIV ഘടകങ്ങളുള്ള നീഡിൽ, സിറിഞ്ച് എന്നിവ ഷെയർ ചെയ്യുന്നതിലൂടെ, അതുപോലെ HIV അടങ്ങിയ ബ്ലഡ്, ഓർഗൻസ് എന്നിവ സ്വീകരിക്കുന്നതിലൂടെ. എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ് ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്, കഫിംഗ്, സ്നീസിംഗ് എക്സെട്ര, ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് എക്സെട്ര, സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിംഗ് ഫുഡ്, യൂസിംഗ് ദ സെയിം ടോയ്ലറ്റ്, ടേക്കിംഗ് ബാത്ത് ഇൻ ദി സെയിം പോണ്ട്. Remember,
AIDS patients are also human beings. No need to be scared of them. They need our attention and care. AIDS എങ്ങനെയൊക്കെ പകരില്ല? ടച്ച്, ഷേക്ക് ഹാൻഡ്, ചുമ, തുമ്മൽ എന്നിവയിലൂടെയോ കൊതുക്, ഈച്ച ഇവയിലൂടെയോ ഒരുമിച്ച് താമസിക്കുക, ആഹാരം ഷെയർ ചെയ്യുക എന്നിവയിലൂടെയോ ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിലൂടെയോ എന്തിന് ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെയോ ഒന്നും തന്നെ എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എയ്ഡ്സ് രോഗികളും മനുഷ്യരാണ്. അവരെ ഭയക്കേണ്ടതില്ല. അവർക്കും നമ്മുടെ ശ്രദ്ധയും കെയറും നൽകുക. ദെൻ മലേറിയ. Malaria is caused by a protozoa, the Plasmodium. Protozoans are unicellular eukaryotes, pathogens Plasmodium. Mode of transmission through a vector of female Anopheles mosquitoes. മലേറിയ ഉണ്ടാകുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവനാണ്. പ്രോട്ടോസോവൻ യൂണിസെല്ലുലർ യൂക്കാരിയോട്സ് ആണെന്ന് അറിയാം. അപ്പോൾ രോഗകാരി ആരാണ്? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവ. ഇനി എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? രോഗപകർച്ച അനോഫിലസ് വർഗത്തിൽപ്പെട്ട ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് ഈ രോഗം പകരുന്നതിന് കാരണം. സിംറ്റംസ്: ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആർ ദ മേജർ സിംറ്റംസ്. ഹെഡേക്ക്, വോമിറ്റിംഗ്, ഡയേറിയ, അനീമിയ എക്സെട്ര ആർ അതർ സിംറ്റംസ്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞത് വിറയലോട് കൂടിയുള്ള പനി, അമിത വിയർപ്പ് എന്നിവയാണ്. അതുപോലെ ഹെഡേക്ക്, വോമിറ്റിങ്, ഡയേറിയ വയറിളക്കം, അതുപോലെ അനീമിയ വിളർച്ച എന്നിവയും മറ്റുള്ള ലക്ഷണങ്ങൾ തന്നെയാണ്. പ്രിക്കോഷൻസ്: Since the disease is spreading through mosquitoes, avoid mosquito bite, use mosquito nets, prevent the breeding of mosquitoes, observe dry day once in a week. അപ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ്, മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? കൊതുക് കടി ഒഴിവാക്കുക. ഇതിനായി മോസ്കിറ്റോസ് നെറ്റ്, ബാറ്റ ഇവ ഉപയോഗിക്കാം. കൊതുകുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് തടയുക. ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആയി ആചരിക്കുക. ജെനറ്റിക് ഡിസീസസ്. Genetic diseases are caused by defects in the genes that control the cellular activities. Hemophilia, sickle cell anemia, etc. are examples. ജനിതക രോഗങ്ങൾ സെല്ലുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളുടെ തകർച്ചയാണ് ജനിതക രോഗം അഥവാ ജനറ്റിക് ഡിസീസിനു കാരണം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവ ഉദാഹരണങ്ങളാണ്. ഹീമോഫീലിയ കോസ്: the defect of a gene that controls the production of a protein which is needed for blood clotting. അപ്പോൾ ഹീമോഫീലിയയ്ക്ക് കാരണം ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ ചില പ്രോട്ടീനുകളെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിക്കുന്നത് മൂലമാണ്. ഇനി ഇതിൻ്റെ സിംറ്റംസ്: ബ്ലഡ് ഡു നോട്ട് ക്ലോട്ട്സ് ഇൻ വൂണ്ട്സ്. ദിസ് ലീഡ്സ് ടു എക്സസ് ബ്ലഡ് ലോസ് ഈവൻ ഫ്രം മൈന്യൂട്ട് വൂണ്ട്സ്. ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന്? മുറിവുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല. ചെറിയ മുറിവിലൂടെ പോലും ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടുന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്: നോ കംപ്ലീറ്റ് ക്യൂർ ഈസ് പോസിബിൾ സിൻസ് ഇറ്റ് ഈസ് എ ജെനറ്റിക് ഡിസീസ്. ടെമ്പററി റിലീഫ് ബൈ ഐഡൻറ്റിഫൈങ് ആൻഡ് ഇൻജെക്റ്റിംഗ് ദി ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഇതൊരു ജെനറ്റിക് ഡിസീസ് ആയതിനാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ല. ഏത് പ്രോട്ടീൻ്റെ തകരാറ് മൂലമാണോ രോഗമുണ്ടായതെന്ന് കണ്ടെത്തി അത് ഇൻജെക്റ്റ് ചെയ്ത് രോഗത്തിന് താൽക്കാലിക ശമനമുണ്ടാക്കാം. There are social organization which works for hemophilia patients. They volunteers to provide care to patients and spreads awareness to public about the disease. അതായത് ഹീമോഫീലിയ പേഷ്യൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില സോഷ്യൽ ഓർഗനൈസേഷനുകളുണ്ട്. അവർ പേഷ്യൻസിന് വേണ്ട സഹായങ്ങൾ നൽകുകയും പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിനോടും പബ്ലിക്കിനെയും ഒക്കെ അവയർനെസ് നൽകുകയും ചെയ്യും ഈ രോഗത്തിനെക്കുറിച്ച്. ക്യാൻസർ cause uncontrolled division of cells and their spreads to other tissues. When the normal cells lost the control system of cell division, they get transformed into cancer cells. The following factors may lead to this situation. Cancer. സെൽ ഡിവിഷൻ അനിയന്ത്രിതമായി അത് മറ്റുള്ള സെല്ലുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ നോർമൽ സെൽസിനും സെൽ ഡിവിഷൻ പ്രോസസ്സ് തകരാറിലാകുന്നത് മുഖേന ക്യാൻസറസ് സെല്ലായി മാറുന്നു. ഇനി ഇതിൻ്റെ കാരണം റേഡിയേഷൻസ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, സം വൈറസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എക്സെട്ര. അതായത് പരിസ്ഥിതി ഘടകം, സ്മോക്കിങ്ങും റേഡിയേഷൻസും പാരമ്പര്യ ഘടകങ്ങളും ചില വൈറസുകളുമെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. The disease may becomes complicated when the cancer cell spreads to various parts of the body through blood and lymph. ഈ ക്യാൻസറസ് സെൽസ് ബ്ലഡ്, ലിംഫ് എന്നീ ബോഡി ഫ്ലൂയിഡിലൂടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഇത് രോഗാവസ്ഥ കൂടുതൽ പ്രശ്നമുള്ളതാക്കുന്നു. ട്രീറ്റ്മെൻറ്റ്:
സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, എക്സെട്ര. Early diagnosis of the disease is crucial in the treatment since as the disease advances, it spreads to more parts. അതായത് സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്നിവയാണ് ഇപ്പം നിലവിലുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. രോഗത്തെ ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞാൽ ചികിത്സ എളുപ്പമാക്കും, മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പകരുന്നതൊക്കെ തടയാനും കഴിയും. അതുപോലെ ക്യാൻസർ പേഷ്യൻസ് സഫർ എ ലോട്ട് ഓഫ് പെയിൻ, സോ പാലിയേറ്റീവ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ലവ് ആൻഡ് കെയർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആസ് മെഡിസിൻ ആൻഡ് ഫുഡ് ഫോർ ക്യാൻസർ പേഷ്യൻസ്. അതായത് വളരെയധികം വേദന അനുഭവിക്കുന്നവരാണ് ക്യാൻസർ പേഷ്യൻസ്. അതുകൊണ്ട് തന്നെ മരുന്നും ഫുഡും നൽകുന്നതോടൊപ്പം തന്നെ സ്നേഹവും പരിചരണവും കൂടി നൽകുക. അപ്പം നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, early diagnosis of the disease is crucial in the treatment of cancer. Why? ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതാണ് ഗുണകരം. എന്താണതിന് കാരണം? ഇങ്ങനെ പറയാം. അപ്പോൾ അതിന് ആൻസർ, when the disease advances, it spreads to more and more parts of the body. It makes the treatment of cancer difficult. So, early diagnosis of the disease is crucial in the treatment of cancer. നമുക്കറിയാം ക്യാൻസർ സെൽസ് ബ്ലഡ്, ലിംഫ് എന്നിവയിലൂടെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തും. അങ്ങനെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ക്യാൻസർ വ്യാപിക്കാൻ കാരണമാകും. അപ്പോൾ അതിന് മുൻപ് രോഗനിർണയം നടത്തി ട്രീറ്റ്മെൻറ്റ് നൽകാമെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രോഗമാണ് ക്യാൻസർ. അതുകൊണ്ടാണ് നേരത്തെ തന്നെ കണ്ടെത്തണമെന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്യാൻസർ? എന്താണ് ക്യാൻസർ? ക്യാൻസർ ഈസ് ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദെയർ സ്പ്രെഡ്സ് ടു അതർ ടിഷ്യൂസ്. അപ്പോൾ സെല്ലുകളുടെ ഡിവിഷൻ അൺകൺട്രോൾഡ് ആവുന്ന, അനിയന്ത്രിതമാവുകയും അങ്ങനെ അത് മറ്റുള്ള ടിഷ്യൂസിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ക്യാൻസർ എന്ന് പറയുന്നത്. Third question, cancer is formed when normal cells transform to cancer cells. What make normal cells to transform cancerous cells? അപ്പോൾ ഈ നോർമൽ സെൽസ് ക്യാൻസറസ് സെൽസ് ആയിട്ട് മാറാൻ എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റേഡിയേഷൻസ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, സം വൈറസസ് ആൻഡ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ഇങ്ങനെ നോർമൽ സെൽസ് ക്യാൻസറസ് സെൽസ് ആയിട്ട് മാറാനുള്ള കാരണങ്ങൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ബോയ് ഹാസ് ഡിസീസസ് ബൈ വിച്ച് ഹി ലോസസ് എക്സസ് ബ്ലഡ്സ് ഈവൻ ത്രൂ മൈനർ വോൺസ്. ഒരു ചെറിയ മുറിവിൽ കൂടെ പോലും രക്തം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഒരു കുട്ടിക്ക്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, നെയിം ദ ഡിസീസ്. ആ ഡിസീസിൻ്റെ പേരെന്താണ്? ഹീമോഫീലിയാണ് ഡിസീസസ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഇഫ് ഹി ഹാസ് ആൻ ആക്സിഡൻസ് ആൻഡ് ഗോട്ട് എ ബ്ലീഡിങ് വൂണ്ട് വാട്ട് ടെമ്പററി റിലീഫ് മെഷേഴ്സ് ഷുഡ് ബി ഡൺ. അപ്പോൾ അങ്ങനെ ഒരു മുറിവുണ്ടായി, ഒരു ആക്സിഡൻറ്റിലൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് രക്തം നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ടെമ്പററി ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്? അതിൻ്റെ ആൻസർ, ഐഡൻറ്റിഫൈ ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ വിച്ച് ഈസ് ആബ്സെൻറ്റ് ഇൻ ഹിസ് ബ്ലഡ്സ് നീഡഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ് ആൻഡ് ഇൻജെക്റ്റ് ഇൻ ദിസ് ടെമ്പററി റിലീഫ് മെഷേഴ്സ്. നമുക്കറിയാം ഹീമോഫീലിയ ഒരു ജനറ്റിക് ഡിസീസ് ആയതിനാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. അപ്പോൾ ഏത് പ്രോട്ടീൻ്റെ ഡിഫക്റ്റ് മൂലമാണ് രോഗമുണ്ടെന്ന് കണ്ടെത്തി അത് ഇൻജെക്റ്റ് ചെയ്ത് രോഗിക്ക് താൽക്കാലിക ശമനമുണ്ടാക്കാം. നെക്സ്റ്റ്, എ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടീസ്. ഓപ്ഷൻസ്, ബാക്ടീരിയ, ഫംഗി, പ്രോട്ടോസോവ ആൻഡ് വൈറസ്. ആൻസർ, പ്രോട്ടോസോവയാണ് എ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട്. നെക്സ്റ്റ്, ഇഫ് യു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ് വി ക്യാൻ അവോയ്ഡ്. മോസ്കിറ്റോ ബൈറ്റ് ഒഴിവാക്കിയാൽ നമ്മൾ ഇതിൽ നിന്ന് ഏത് രോഗത്തിനെ അവോയ്ഡ് ചെയ്യാം? എയ്ഡ്സ്, മലേറിയ, ക്യാൻസർ, ട്യൂബർക്കുലോസിസ്. ഏതാണ്? മലേറിയയാണ്. മലേറിയ നമുക്കിതിൽ നിന്നും ഒഴിവാകാം. സെവൻത്, എയ്ഡ്സ് വൈറസ് ഡിസീസാണ് എങ്കിൽ മലേറിയോ? യെസ്, മലേറിയ പ്രോട്ടോസോവൻ ഡിസീസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഏരിയ പീപ്പിൾ ഹാവ് ദ ഫോളോയിങ് സിംറ്റംസ്: high fever with shivering and profuse sweating, headache, vomiting, diarrhea and anemia. Name the disease and how it spreads. അപ്പോൾ ഇങ്ങനെ ഷിവറിങ്ങും സ്വെറ്റിങ്ങും അതുപോലെ ഹെഡേക്കും വോമിറ്റിങ്ങും ഡയറിയൊക്കെ ഉള്ളത് ഏത് ഡിസീസിൻ്റെയാണ് നമ്മൾ പഠിച്ചായിരുന്നു? ഇത് എന്തിൻ്റെയാണ്? മലേറിയയുടെയാണ്. ഇനി എങ്ങനെയാണ് ഈ രോഗം സ്പ്രെഡ് ചെയ്യുന്നത്? യെസ്, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണം. നെക്സ്റ്റ്, to prevent the spreads of this disease, what precaution should be taken? അപ്പോൾ അതെന്തൊക്കെ ചെയ്യണം നമ്മൾ ഇതിൻ്റെ സ്പ്രെഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ദിസ് ഡിസീസസ് ദ ഫോളോയിങ് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ. ഏതൊക്കെയാണ്? അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്, യൂസ് മോസ്കിറ്റോ നെറ്റ്സ് വൈൽ സ്ലീപ്പിംഗ്, പ്രിവെൻറ്റ് ദ ബ്രീഡിംഗ് ഓഫ് മോസ്കിറ്റോസ് ആൻഡ് ഒബ്സർവ് ഡ്രൈ ഡേ വൺസ് ഇൻ എ വീക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ HIV ഇൻഫെക്ട്സ് ലിംഫോസൈറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് HIV ലിംഫോസൈറ്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്? The virus enters the lymphocytes and multiply there using the genetic mechanism of the host. This gradually destroys lymphocyte.
അപ്പം HIV വൈറസ് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് ലിംഫോസൈറ്റിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ലിംഫോസൈറ്റിനുള്ളിൽ കയറിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെ? ലിംഫോസൈറ്റിൻ്റെ ജെനറ്റിക് മെക്കാനിസം ഉപയോഗിച്ച് ഈ HIV വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ലിംഫോസൈറ്റ് തകരാറിലാകുന്നു. ഇങ്ങനെയാണ് ലിംഫോസൈറ്റിനെ HIV ഇൻഫെക്റ്റ് ചെയ്യുന്നത്. When the AIDS advances, the condition of our body becomes worse. How? അപ്പോൾ എയ്ഡ്സ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ വളരെ മോശമാവും. എങ്ങനെയെന്നാൽ the HIV enters the lymphocytes and multiply there using the genetic mechanism of the host. This gradually destroys the lymphocytes since lymphocytes are providing immunity to our body. The reduction of their number reduces the immunity of the body. In such a situation, various other pathogens enter in our body and cause diseases. This makes the conditions of AIDS more fatal. നമുക്കറിയാം HIV എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ലിംഫോസൈറ്റുകളെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ലിംഫോസൈറ്റിനുള്ളിൽ കയറി അതിൻ്റെ ജെനറ്റിക് മെക്കാനിസം ഉപയോഗിച്ച് ഈ HIV മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുകയും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ സംവിധാനത്തിൽ വളരെ പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഇമ്മ്യൂണിറ്റി തകരാറിലായി കഴിയുമ്പോഴാണ് ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നത് മൂലമാണ് ഇങ്ങനെ ഇമ്മ്യൂണിറ്റി തകരാറിലാകുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പതോജൻസുകൾ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തും. ഇങ്ങനെ എയ്ഡ്സ് കൂടുതൽ ഡേഞ്ചറായി മാറും. നെക്സ്റ്റ്, ഫ്രം ദ ഗിവൺ ലിസ്റ്റ് സെലക്ട് ദ വൺസ് വിച്ച് ആർ ദി വേസ് ഓഫ് സ്പ്രെഡിങ് എയ്ഡ്സ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ രീതിയിലാണ് എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളത്? ത്രൂ സെക്ഷൽ കോൺടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് എക്സെട്ര, സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിംഗ് ഫുഡ്, ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, ബൈ ഷെയറിംഗ് നീഡിൽ ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻസ് ആൻഡ് യൂസിങ് ദി സെയിം ടോയ്ലറ്റ്. ഇതിൽ ഏതൊക്കെയാണ് HIV സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ? യെസ്, through sexual contact with HIV infected person, then from HIV infected mother to fetus, and by sharing needle and syringe contaminated with the HIV components. Next, hemophilia is related with the heredity, like that tuberculosis is related with the. അപ്പോൾ ഹീമോഫീലിയ ഒരു ഹെറിഡിറ്ററി ഡിസീസാണ്. അങ്ങനെയാണെങ്കിൽ ട്യൂബർക്കുലോസിസോ? ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ ആൻഡ് നൺ ഓഫ് ദിസ്. യെസ്, ട്യൂബർക്കുലോസിസ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്. അപ്പോൾ ആൻസർ ബാക്ടീരിയ. നെക്സ്റ്റ്, BCG ഈസ് എ വാക്സിൻ എഗെയിൻസ്റ്റ്. BCG, ബാസിലസ് കലാമിറ്റഗ്യൂരിൻ, ഈ വാക്സിൻ ഏതിനെതിരായിട്ടുള്ളതാണ്? COVID-19, മലേറിയ, എയ്ഡ്സ് ആൻഡ് ട്യൂബർക്കുലോസിസ്. യെസ്, TB, ട്യൂബർക്കുലോസിസിനെതിരായിട്ടുള്ള വാക്സിനാണ് BCG. How do tuberculosis spread? When the patient speaks, coughs or sneezes, the pathogen spreads into the air and thereby to others. എങ്ങനെയാണ് ട്യൂബർക്കുലോസിസ് സ്പ്രെഡ് ചെയ്യുന്നത്? ആ പേഷ്യൻ്റ് സംസാരിക്കുകയോ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ പതോജൻസ് എയറിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും അതുവഴി മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും. നെക്സ്റ്റ്, Manu is losing body weight and has fatigue, cough, etc. When he consulted a doctor, the doctor prescribed some antibiotics. Doctor told Manu it is a bacterial disease and it may affect different body parts. If so, അപ്പോൾ മനുവിന് എന്തൊക്കെയാണ് ഫറ്റീഗും ബോഡി വെയ്റ്റ് ലോസ് ചെയ്യുകയും കഫും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതൊരു ബാക്ടീരിയൽ ഡിസീസാണെന്ന്. വാട്ട് വിൽ ബി ദ ഡിസീസ്? ഏത് ഡിസീസാണ്? യെസ്, ഇത് ട്യൂബർക്കുലോസിസ് ആണ്, TB ആണ്. വിച്ച് ബാക്ടീരിയ കോസ് ഇറ്റ്? ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? യെസ്, മൈക്കോബാക്ടീരിയൽ ട്യൂബർക്കുലോസിസ്. ദെൻ വാട്ട് ബോഡി പാർട്സ് മേ ബി എഫക്റ്റഡ് ബൈ ദിസ് ഡിസീസ്? ഏതൊക്കെ ബോഡി പാർട്സിനെയാണ് TB എഫക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് മെയിൻലി എഫക്റ്റ് ദ ലങ്സ്, ബട്ട് കിഡ്നീസ്, ബോൺസ്, ജോയിൻറ്റ്സ്, ബ്രെയിൻസ് എക്സെട്ര ആർ ഓൾസോ എഫക്റ്റഡ് ബൈ ദിസ് ഡിസീസ്. കിഡ്നിയാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നതെങ്കിലും ബോൺസിനെയും ജോയിൻസിനെയും ബ്രെയിനിനെയും എല്ലാം ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. Next, complete appropriately use the words in the box. A protozoa called Plasmodium excess blood is lost even through minor wounds, malaria, hemophilia, losing body weight, fatigue, cough, etc., AIDS, mycobacterium tuberculosis. അപ്പോൾ ഡിസീസും കോസും സിംറ്റംസും ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസീസ് തന്നിട്ടില്ല, അതിൻ്റെ കോസ് തന്നിട്ടുണ്ട്. ഡിഫക്റ്റ് ഓഫ് എ ജീൻ ദാറ്റ് പ്രൊഡ്യൂസ് എ പ്രോട്ടീൻ നീഡഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? യെസ്, ഹീമോഫീലിയാണ് ഡിസീസ്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്തായിരുന്നു? എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ത്രൂ മൈനർ വോണ്ട്. ചെറിയൊരു മുറിവിൽ കൂടെ പോലും ഒരുപാട് രക്തം നഷ്ടമാവുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. നെക്സ്റ്റ്, ഡിസീസും കോസും തന്നിട്ടില്ല, സിംറ്റംസ് ഇതാണ്: ഹൈ ഫീവർ വിത്ത് ഷിവറിങ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, ഡയറി ആൻഡ് അനീമിയ. ഇത് ഏതിൻ്റെയാണ്? യെസ്, അത് മലേറിയയുടെ സിംറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. മലേറിയയുടെ കോസസ് ആരാണ്? എ പ്രോട്ടോസോവ കാൾഡ് പ്ലാസ്മോഡിയം ആണ് മലേറിയ രോഗം ഉണ്ടാക്കുന്നത്.
ഇനി ട്യൂബർക്കുലോസിസ് ആ ഡിസീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കോസും സിംറ്റംസും ആണ് എഴുതേണ്ടത്. ട്യൂബർക്കുലോസിന് കാരണക്കാരൻ ആരാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് TBയുടെ കാരണക്കാരൻ. ഇനി അതിൻ്റെ സിംറ്റംസോ? ലൂസിങ് ബോഡി വെയ്റ്റ്, ഫറ്റീഗ്, കഫ് എക്സെട്രയാണ് അതിൻ്റെ സിംറ്റംസ്. നെക്സ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് റീഅറേഞ്ച് ചെയ്യാനാണ്. മലേറിയയാണ് ഡിസീസ്, അതിൻ്റെ പതോജൻ ഏതാണ്? പ്ലാസ്മോഡിയമാണ് അതിൻ്റെ പതോജൻ. നെക്സ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏതാണ്? ക്യാൻസർ അൺകൺട്രോൾഡ് സെൽ ഡിവിഷനാണ് ക്യാൻസറിന് കാരണം. അടുത്തത് ട്യൂബർക്കുലോസിസ്, അതിൻ്റെ പതോജനോ? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അടുത്തത് എയ്ഡ്സിൻ്റെ പതോജനോ? HIV വൈറസ്. അപ്പോൾ ഫോർത്ത് ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ ഈ ഫോർത്ത് ചാപ്റ്ററിന്റെ ഫുൾ വീഡിയോ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേപ്പോണ്ട്, അതൊക്കെ പോയി കാണുക. ഇനി നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിന്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.